ഈ കൊച്ചു ചെറുക്കന്റെ അച്ഛൻ മുറിക്കുള്ളിലേക്ക് വന്ന് അവനോട് പറയും, ആ പ്രേതം വീണ്ടും വന്നിരിക്കുന്നു. നമ്മൾ അതിനെ ശ്രദ്ധിക്കാനേ പാടില്ല, അറിയാതെ പോലും അതിനെ നോക്കാൻ പാടില്ല. ഭയം പുറത്തു കാണിക്കാതെ അതിനെ ഇഗ്നോർ ചെയ്താൽ അത് താനേ പോയിക്കോളും. പയ്യനത് സമ്മതിച്ച് അമ്മയുടെയും ചേച്ചിയുടെയും അച്ഛന്റെയും ഒപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. എല്ലാവരും ഭയന്ന് വിറച്ചിരിക്കുന്നത് കണ്ട അച്ഛൻ അവരെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികളോട് സ്കൂളിലെ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അച്ഛന്റെ മുഖത്തും ഭയം നീളിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച ചെക്കൻ അച്ഛനോട് എന്തോ ചോദിക്കാൻ നോക്കുന്നു. പൊടുന്നനെ അയാൾ മേശക്കടിച്ച് എല്ലാവരോടും അലർട്ടായിരിക്കാൻ ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ആ പ്രേതം പയ്യന്റെ പിന്നിലൂടെ നടന്നു വരുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഇപ്പൊ ആ പ്രേതം വന്ന് അവന്റെ ചേച്ചിയുടെ തോളിലേക്ക് കൈവച്ച് നിൽക്കുന്നു. പാവം പെണ്ണ് പേടിച്ച് വിറച്ചുകൊണ്ട് അച്ഛനെ സഹായത്തിനായി വിളിച്ചപ്പോ, പേടിക്കാതെ മോളെ, അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ തലയുയർത്താതെ ഭക്ഷണം കഴിക്കുക എന്ന് അച്ഛൻ അവളോട് പറയുന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അമ്മ മുറിയിലേക്ക് പോകുന്നു. ആ പ്രേതവും അവളെ പിന്തുടർന്നു കൊണ്ടുപോകുന്നു. അല്പം കഴിഞ്ഞ് എന്റെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും വിട്ട് ഇവിടെ നിന്ന് പോ എന്ന് ആ അമ്മ പ്രേതത്തോട് അലറുന്ന ശബ്ദം കേട്ട് എല്ലാവരും വിറങ്ങലിച്ച് അങ്ങോട്ടോടി. അച്ഛൻ വാതിൽ ഇടിച്ചു തുറക്കാൻ ശ്രമിച്ചപ്പോഴേക്കും പ്രേതം വാതിലും പൊളിച്ച് പുറത്തു വരുന്നു.